നമസ്കാരം. പറന്ന് ചെല്ലാൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന്റെ റിവ്യൂവിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും ആ ഒരു റിവ്യൂവിന് ശേഷം വീണ്ടും നമുക്ക് തിരിക്കണം. ചിത്രം ഇപ്പോൾ ഇത്രയും കാലം കണ്ട ഒരു പടത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഗ്രാമീണ ഭംഗിയുള്ള ഒരു പടം കണ്ടു എന്ന് പറയാം. അത്രയും പെർഫെക്റ്റ് എന്ന് വെച്ചാൽ ലവ് സ്റ്റോറി ആയിക്കോട്ടെ, പിന്നെ ഉണ്ണി ലാലുവിൻ്റെ പെർഫോമൻസ്, സിദ്ധാർത്ഥ് ഭരതൻ്റെ പെർഫോമൻസ്, നായിക പെർഫെക്റ്റാണ്. ജോഡി മാച്ചിങ് എന്ന് വെച്ചാൽ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അത്രയും ഒരു പെർഫെക്റ്റ് സാധനമാണ് അതിൽ കൊണ്ടുവരുന്നത്. നമ്മളിപ്പോൾ ആ പടത്തിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു ഓണസദ്യ തിന്നാൻ എങ്ങനെ അത്രയും നല്ല ഭംഗിയാണ്. എല്ലാ എരിവും പുളിയും എല്ലാം ചേർത്തിട്ടുള്ള ഒരു അടിപൊളി സാധനം. എല്ലാവരും മസ്റ്റ് വാച്ചിങ്. തീർച്ചയായിട്ടും പ്രേക്ഷകരെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. അത്രയും പെർഫെക്റ്റായിട്ട് ഉണ്ണിലാലുവിൻ്റെയൊക്കെ അഭിനയ മികവ് തന്നെ പറയാം. അപ്പോൾ നമ്മൾ രേഖാചിത്രത്തിലൊക്കെ കണ്ടു ചെറിയൊരു മനോജ് കേജിൻ്റെ റോളാണെങ്കിലും ഇതിപ്പോൾ അത്രയും പെർഫെക്റ്റായിട്ട് അവൻ രക്ഷപ്പെടും. അവൻ എന്തായാലും അടിപൊളിയായിട്ട് വരുമോ. അവനെ താഴ്ത്തി കെട്ടിയവരൊക്കെ അവൻ ചവിട്ടി താത്തിയിട്ട് അവൻ മുകളിലോട്ട് വരും. അത്രയും സൂപ്പർ സാധനമാണ്. അത് നന്നായി വരുമോ. നല്ല സിനിമയാണ്. സ്റ്റോറി ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു ഫാമിലിക്കൊക്കെ കാണാൻ പറ്റിയൊരു സിനിമയാണ്. ഈ നാട്ടുമ്പുറത്തൊക്കെ നടക്കണ പോലെ ഒരു പാലക്കാട് ഏരിയയൊക്കെ കാണിക്കണേ. അപ്പൊ നമുക്ക് കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പ്രകൃതി ഭംഗി നിറഞ്ഞൊരു ചിത്രം എന്ന് പറയാം. അതെ നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. പ്രേക്ഷകർക്ക് നല്ലൊരു ഗിഫ്റ്റ് ആണോ? അതെ അവർക്ക് സമയം പോലെ അറിയില്ല, കണ്ടാലും ഒരു വ്യത്യസ്തമായിട്ട് തോന്നും. സിനിമ നന്നായിട്ടുണ്ട്. പ്രായഭേദമന്യേ എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു സിനിമ. പിന്നെ അതിലെടുത്തു പറയത്തക്ക 2-3 കലാരൂപങ്ങളെ അവരെടുത്ത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളത്. വളരെ നല്ല രസമായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഒരു കുടുംബ ചിത്രം, അല്ലെങ്കിൽ അപ്പൂപ്പൻ, അമ്മൂമ്മ, അമ്മായി, അമ്മാവൻ, കുട്ടികൾ ഒക്കെയുള്ള ചിത്രം വളരെ കുറവാണ്. അതിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ തറവാടിൽ ഇത് പറന്ന് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ആൾക്കാരെ പോലെയൊക്കെ തന്നെ തോന്നി. അതിനകത്ത് ഒട്ടും ഒരു അഭിനയിക്കുന്ന ഒരു സിനിമ നടന്മാരോ നടികളോ ആയിട്ടൊന്നും നമുക്ക് തോന്നിയില്ല. നമ്മുടെ അയലക്കത്തുള്ളത് അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ കാണുന്നതായിട്ടുള്ള ആൾക്കാരായിട്ട് തോന്നി. കുറച്ച് കലാമൂല്യമുള്ള ഒരു ചിത്രമായിട്ട് തോന്നി. പിന്നെ സിദ്ധാർത്ഥ് ഭരതന് ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും ശക്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിരിക്കുന്ന മിക്ക ചിത്രങ്ങളിൽ സിദ്ധാർത്ഥ് ഭരതന്റെ ഉയർന്ന നിലവാരത്തിലുള്ള അഭിനയ മികവ് ഈ ഒരു ചിത്രത്തിലും കാണിച്ചിട്ടുണ്ടോ? ഈ മികവ് അഭിനയ മികവ് ഈ ഒരു ചിത്രത്തിലും ഉയർന്ന ലെവലിൽ തീർച്ചയായിട്ടും. കാരണം സിദ്ധാർത്ഥ് ഭരതനെ പോർട്രേ ചെയ്തിരിക്കുന്നത് വളരെ നല്ല രീതിയിലാണ്. അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതന്റെ ഓരോ ബോഡി ലാംഗ്വേജ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ബോഡി ലാംഗ്വേജും കൂടെ കറക്റ്റ് ചെയ്തിട്ടാണ്, അതായത് ആ ക്യാരക്ടറിന് വേണ്ട ബോഡി ലാംഗ്വേജും മുഖത്തിൻ്റെ ചെറിയ ഒരു പേശികളുടെ പല ചലനങ്ങൾ വരെ വളരെ നാച്ചുറലായിട്ടാണ് അതിനകത്ത് മൂവ് ചെയ്തിരിക്കുന്നത്. ജീവിച്ചാണ് പോയിരിക്കുന്നത് ആ ഒരു ക്യാരക്ടറായിട്ട്. അത് സിദ്ധാർത്ഥ് ഭരതൻ മാത്രമല്ല, ഒരുപാട് ഇതിനകത്ത് നടീനടന്മാർ ചെയ്തിട്ടുണ്ട്. ശ്രീജാദാസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ശ്രീജാദാസാണെന്ന് തോന്നുന്നു കാസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത്. കാസ്റ്റിംഗൊക്കെ എനിക്ക് തോന്നിയത് ഗ്രാമങ്ങളിലെ കൊച്ചു കഥാപാത്രങ്ങൾ അവർ അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ നടന്മാരോ നടികളോ അഭിനയിച്ചു പോകുന്ന ഒരു സിനിമയായിട്ടല്ല തോന്നുന്നത്. നമുക്കൊരു ചിത്രം വളരെ കലാമൂല്യമുള്ളൊരു ചിത്രം, പാലക്കാടിൻ്റെ സൗന്ദര്യം മധുവമ്പാട് സാറ് ഒപ്പിയെടുത്ത പോലെയാണ് തോന്നുന്നത്. ശരിക്കും സാധാരണക്കാരനെ വശീകരിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രമാണ്. കുറച്ച് കലാമൂല്യം ആസ്വദിക്കുന്ന, പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന, യാത്രകൾ ഇഷ്ടപ്പെടുന്നത്, ചെറിയ നോവലുകൾ അല്ലെങ്കിൽ കഥകൾ ഇഷ്ടപ്പെടുന്നവർ, നമ്മുടെ മലയാളത്തിൽ ഇഷ്ടപ്പെടുന്ന സാധാരണക്കാരന് ആസ്വദിക്കാൻ പറ്റുന്ന കുറേ വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയ ഒരു കുടുംബമുള്ള ഗംഭീര ചിത്രം. ഒരു വയസ്സായ ആൾക്കാർക്കൊക്കെ ഇപ്പോൾ കുറച്ച് ചിത്രങ്ങൾ കുറവാണെന്ന് തോന്നുന്നു. അവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ പോർട്രേ ഒന്നുമില്ല. അതുപോലെ വിജയരാഘവൻ സാറിനെ എടുത്തു പറയണം. വിജയരാഘവൻ സാറിൻ്റെയും അതുപോലെ തന്നെ വളരെ നന്നായിട്ടാണ് വന്നിരിക്കുന്നത്.